ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലാണ്. ജാമ്യത്തിൽ വിടുന്നതിനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് അവിടെ നിന്ന് ബിനിൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം തന്നെ വീണ്ടും ചോദ്യം ചെയ്യാൻ നോട്ടീസും നൽകുന്നുണ്ട്. വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കും ഷൈനെ. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നാണ് ചുമത്തിയ വകുപ്പുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അതേസമയം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ടല്ലോ, ഈ വിൻസിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പരാതി. വിൻസി പറയുന്ന പരാതി, സെറ്റിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറി എന്ന പരാതി. ആ പരാതിയിൽ സ്വാഭാവികമായും പോലീസ് ചോദിച്ചിട്ടുണ്ടാവില്ലേ? ഇപ്പോൾ വിൻസിക്കെതിരെയാണ് ഷൈൻ പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, തനിക്കെതിരെ നടന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് അത് എന്നുള്ള ഒരു മറുപടിയാണ് ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നമുക്കിപ്പം രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, വിൻസി അലോഷ്യസ് എന്ന നടിയുടെ പരാതി, സെറ്റിൽ വെച്ച് തന്നോട് മോശമായി പെരുമാറി, അതേപോലെ വെളുത്ത തരത്തിലുള്ള എന്തോ തുപ്പുന്നത് താൻ കണ്ടു എന്നതടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു അവർ വെളിപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ ആ ചോദ്യത്തിനോടുള്ള ഷൈൻ ടോം ചാക്കോയുടെ മറുപടി അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല, അത് തനിക്കെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന തരത്തിലാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അക്കാര്യത്തിൽ? അതായത് ഷൈൻ ടോം ചാക്കോയെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം, പരാതി എന്ന് പറയുന്നത് വിൻസി അലോഷ്യസിന്റെ പരാതിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യവും പോലീസ് ഷൈനോട് ചോദിച്ചു. ആ ഘട്ടത്തിൽ ഷൈൻ പറഞ്ഞത് അത്തരം പരാതി വ്യാജമാണ് എന്ന മറുപടിയാണ് ഷൈൻ കൊടുത്തിട്ടുള്ളത്. അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല, സെറ്റിൽ ചിലർ തനിക്കെതിരെ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന മറുപടി കൂടി ഷൈൻ ഇതിന്റെ ഭാഗമായി തന്നെ പറഞ്ഞിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഷൈനെ കിട്ടിയ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പോലീസ് ചോദിക്കുകയായിരുന്നു. നേരത്തെ വിൻസി അലോഷ്യസ് പറഞ്ഞത് ഇത്തരത്തിൽ വെളുത്ത പൊടി ഇങ്ങനെ തുപ്പുന്നതടക്കം കണ്ടു, ലഹരി ഉപയോഗിച്ച് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതോടൊപ്പം ഇത്തരക്കാർക്കൊപ്പം താൻ അഭിനയിക്കില്ല. കൂടാതെ മറ്റൊരു കാര്യം പറഞ്ഞത് മോശമായി സംസാരിച്ചു, ലൈംഗിക ചുവയോടുകൂടി മോശമായി സംസാരിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി ഉണ്ടായിരുന്നു എന്നടക്കം പരാതിയിലുള്ളതായാണ് വിവരം. എന്തായാലും അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഷൈൻ ഇപ്പോൾ നിഷേധിക്കുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യമായി പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഇതിൽ വിൻസിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇതാണ് ഷൈൻ മുന്നോട്ട് വെച്ചിട്ടുള്ള വിഷയം. എന്നാൽ വിൻസി ഇതുവരെ പോലീസിലോ മറ്റോ പരാതി നൽകിയിട്ടില്ല, മറിച്ച് സംഘടനകൾക്കാണ് പരാതി നൽകിയിട്ടുള്ളത്. ശരി രാഗൻ, എന്തായാലും വിൻസിയുടെ ആരോപണങ്ങളല്ല, വിൻസിയുടെ വെളിപ്പെടുത്തലുകളെ അപ്പാടെ തള്ളിക്കളയുകയാണ് ഷൈൻ ടോം ചാക്കോ ചെയ്തത്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേയില്ല, അത് തനിക്കെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ളതാണ് ഷൈൻ ടോം ചാക്കോ പറയുന്നത്.